എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ വ്യാഴത്തിൻ്റെ രാശിമാറ്റം 2025 മെയ് മാസം 14-ാം തീയതി രാത്രി 10 മണിയോടുകൂടി ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ സ്പീഡിൽ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് പിന്നിലൊരു രാശിചക്രം വരച്ചിട്ടുണ്ട്. എന്തിനാണ് വരച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ടും ഇതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലും കാര്യങ്ങൾ പെട്ടെന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. വ്യാഴം മിഥുനം രാശിയിലേക്ക് കടക്കുമ്പോൾ കുറച്ചു പേർക്ക് ഭാഗ്യമുണ്ടാകും, കുറച്ചു പേർക്ക് ദോഷമുണ്ടാകും എന്ന് ആർക്ക് വേണമെങ്കിലും വെറുതെ പറയാം. ചിങ്ങൻ രാശിക്കാർക്ക് വാഹനയോഗം, ധനയോഗം, വീട് വെക്കാനുണ്ട്, വീട് വാങ്ങാനുള്ള യോഗം ഉണ്ടാകും എന്നിങ്ങനെ പറഞ്ഞു പോകുന്നത് രീതിയിലല്ല നമ്മൾ ഇന്ന് ഈ ജ്യോതിഷം പറയുന്നത്. വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം ഇതിനകത്ത് വേണം. എന്തിനാണ് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ നിങ്ങൾ കൃത്യമായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാതകപ്രകാരമായിട്ട് ഇനി ഒരു സംശയവും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വേറൊരു വീഡിയോ കാണേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും നിങ്ങൾക്ക് മറ്റ് എങ്ങും പോയി തേടേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് കൂടെ ചേർത്താണ് ഇന്ന് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ വ്യാഴം ആരാണെന്നും വ്യാഴം ഇങ്ങോട്ട് മാറിയാലുള്ള ഫലങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വ്യാഴത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം. അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട് ഫലം പറയുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത് ഇത് മൂലക്ഷേത്രവും ഇത് സ്വക്ഷേത്രവുമാണ്. വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം ഇവിടെയും മൂലക്ഷേത്രം ഇവിടെയും ആകുന്നുണ്ട്. എൻ്റെ കാരണം ചന്ദ്രൻ്റെ സ്വക്ഷേത്രം ഇതാണ്, അതുപോലെ തന്നെ സൂര്യൻ ഇവിടെയാണ്. 1, 2, 3, 4, 5 സൂര്യൻ്റെ 5-ാം ഭാവമാകുന്ന ധനുരാശി മൂലക്ഷേത്രവും ചന്ദ്രൻ്റെ 5-ാം ഭാവം ആകുന്ന മീനം രാശി വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രവുമാകുന്നു. അപ്പം ഈ രണ്ട് കാര്യം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. വ്യാഴത്തിൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത് വീട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ നമ്മൾക്കതിനെ മനസ്സിലാക്കണം. രാശിചക്രങ്ങളിൽ ഇങ്ങേയറ്റം വരുന്ന ധനുവും മീനവുമാണ് വ്യാഴത്തിൻ്റെ ക്ഷേത്രം. അപ്പോൾ വ്യാഴം നിൽക്കുന്ന രാശി ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത്. ഈ വരുന്ന 2025 മെയ് 14-ാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് മാറുന്നുണ്ട്. ഈ വർഷം തന്നെ വേറെയും രാശി പകർച്ചയുണ്ട്, അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ഇപ്പോൾ വ്യാഴത്തിൻ്റെ രാശിമാറ്റവും അതിന് മുന്നോടിയായിട്ട് വ്യാഴത്തിൻ്റെ സ്ഥിതി എന്താണ്, വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് എന്താണ് നമുക്ക് അനുഭവത്തിൽ വരുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനമായിട്ട് പറയുന്നത്. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണ് രാശി മാറാൻ പോകുന്നത്. ഒരു വർഷത്തിൽ ഒരു തവണയാണ് മാറുന്നത് എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ചാരവശാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കർക്കിടകത്തിലോട്ട് മാറുന്നുണ്ട്, തിരിച്ച് വീണ്ടും വരുന്നുണ്ട്. വക്രഗതി എന്നൊക്കെ പറയുന്ന ഒരു ഭാവമുണ്ട്. അതിനെക്കുറിച്ചല്ല ഇപ്പം പറയുന്നത് എന്നുള്ളത് കൊണ്ട് വ്യാഴത്തിൻ്റെ രാശിമാറ്റം. അപ്പോൾ പ്രധാനമായിട്ട് വ്യാഴത്തിൻ്റെ മൂലക്ഷേത്രവും സ്വക്ഷേത്രവുമായിട്ടുള്ള രാശികൾ ഇതാണെന്നും വ്യാഴം ഉച്ചരാശിയിൽ കർക്കിടകൻ രാശിയാണ് വ്യാഴത്തിൻ്റെ ഉച്ചരാശി എന്നും നമുക്ക് മനസ്സിലാക്കണം. വ്യാഴം നീചഭാവത്തിൽ പോകുന്ന രാശിയാണ് മകരൻ രാശി എന്ന് പറയുന്നത്. അപ്പം മകരം വ്യാഴത്തിന് നീചവും കർക്കിടകൻ രാശി ഉച്ചരാശിയുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഉച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ ബലം ഉണ്ടാകുന്ന സമയം. അപ്പം ഇപ്പോൾ രാശി മാറാൻ പോകുന്നത് ശത്രുഗ്രഹമായിട്ടുള്ള ബുധന്റെ രാശിയിലേക്കാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് നമുക്കിതിന് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ജാതകം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് കിഴക്കോട്ട് വെക്കണം. നമ്മൾ ഈ കിഴക്കോട്ട് നോക്കിയിരുന്നിട്ട് ഈ ജാതകം നമ്മുടെ മുന്നിൽ നിരത്തി വെക്കുമ്പോൾ മുൻവശത്തും വരുന്ന ഈ ഭാഗമാണ് കിഴക്ക് ദിക്ക്. കിഴക്ക് ഇവിടെ പടിഞ്ഞാറ്, അപ്പോൾ ഇത് തെക്ക്, ഇത് വടക്ക്. അപ്പോൾ കിഴക്ക് ദിക്ക് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതകത്തിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ല എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു കുളം ഉണ്ടാകും. ഈ ല എന്ന് പറഞ്ഞാൽ ലഗ്നം എന്ന് മനസ്സിലാക്കണം. ഈ ലഗ്നത്തോടൊപ്പം തന്നെ ചിലപ്പോൾ പല ഗ്രഹങ്ങളും ഉണ്ടാകും. രവി ഉണ്ടാകും, ചൊവ്വ ഉണ്ടാകാം, ബുധൻ ഉണ്ടാകാം, ശനി ഉണ്ടാകാം, ഗുളികൻ ഉണ്ടാകാം, അങ്ങനെ ആരും ഉണ്ടാകാം. അതിനെക്കുറിച്ച് ഇപ്പം നോക്കേണ്ട. ല എന്ന് പറയുന്ന അക്ഷരം ഈ കോളങ്ങളിൽ എവിടെ വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക.
ഇപ്പൊ നമ്മൾ ലാ കുറിച്ചിരിക്കുന്ന ഇവിടെയാണ് ലഗ്നം എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിലും ലഗ്നം അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പം നേരത്തെ പറഞ്ഞു അതിന്റെ കൂടെയുള്ള ഗ്രഹത്തെ നോക്കണ്ട, ലാ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇത് എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാവം അറിയാനായിട്ടാണ്. അപ്പം മീന ലഗ്നക്കാരന് വ്യാഴം ഈ ജാതക പ്രകാരം ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന രാശിപ്രകാരം 3-ാം ഭാവാധിപനാണ്. 3-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. 3-ാം ഭാവത്തിൽ ഈ ലഗ്നക്കാരന് ലഗ്നാധിപനും കർമാധിപനുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ലഗ്നത്തിന്റെ അധിപനും 10-ാം ഭാവത്തിന്റെ അധിപനുമായിട്ടുള്ള വ്യാഴം ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ ജാതകന് വ്യാഴം 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രഹനില നമുക്ക് എടുത്തു വെച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നമ്മുടെ മുന്നിൽ നേരെ വെച്ച് കഴിയുമ്പോൾ മുമ്പിൽ കിഴക്ക്, നമ്മുടെ അടുത്ത് വരുന്ന ഭാഗം പടിഞ്ഞാറ്, തെക്ക് വടക്ക് അടയാളപ്പെടുത്തിയതിനു ശേഷം നമ്മുടെ ജാതകം എടുത്ത് മുന്നിലോട്ട് വെച്ചതിന് ശേഷം കിഴക്ക് ദിക്കിൽ നോക്കിയിട്ട് ഇങ്ങനെ രാശിചക്രങ്ങളിൽ ലഗ്നം എവിടെ വേണമെങ്കിലും വരാം. ഗുരു ഇതുപോലെ, ഗുരു എന്ന് വെച്ചാൽ വ്യാഴം എവിടെ വേണമെങ്കിലും വരാം. അപ്പോൾ ഈ ജാതക പ്രകാരം വ്യാഴം 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ലഗ്നാധിപനും കർമാധിപനുമായിട്ടുള്ള വ്യാഴം ഈ ജാതകസ്ഥിതി അനുസരിച്ച് വ്യാഴം 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ലഗ്നം എടുത്താൽ ഇവിടെയാണ് ഈ ഇവിടെയാണ് നിങ്ങളുടെ ജാതകത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ 9-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം 2-ാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 9-ാം ഭാവം എങ്ങനെ എണ്ണുന്നതെന്ന് ചോദിച്ചാൽ ലാ നിൽക്കുന്നതിന് ഒന്നായിട്ടാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 നേരത്തെ പറഞ്ഞു വ്യാഴത്തിന്റെ ക്ഷേത്രങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ ഈ ലഗ്നക്കാരന് 9-ാം ഭാവാധിപനും 9-ാം ഭാവം കൊണ്ട് ഭാഗ്യാധിപനെയാണ്, ഭാഗ്യാധിപനും 9-ാം ഭാവാധിപൻ ഭാഗ്യാധിപനും 12-ാം ഭാവാധിപൻ നമ്മുടെ നഷ്ടാധിപനുമാണ്. അപ്പോൾ ഭാഗ്യാധിപനും നഷ്ടാധിപനുമായിട്ടുള്ള വ്യാഴം ജാതക പ്രകാരം നമുക്ക് ധനസ്ഥാനം 2-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ ജാതകം തന്നെ നോക്കിയിട്ട് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വ്യാഴത്തിന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് 1, 4, 7, 10, 9 ഭാവങ്ങൾ, 1, 4, 7, 10, 9 ഭാവങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ വ്യാഴം ജാതക പ്രകാരം അനുകൂല ഭാവത്തിലെന്ന് പറയും. ഈ നമ്മുടെ ജാതക പ്രകാരം വ്യാഴം 3, 6, 8, 12 ഭാവങ്ങളിൽ 3, 6, 8, 12 ഭാവങ്ങളിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ പ്രതികൂല ഭാവത്തിൽ നിൽക്കുന്നു എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം 3-ന്റെ ഇരട്ടി 6, 6-ന്റെ ഇരട്ടി 8, 8-ന്റെ ഇരട്ടി 12 ദോഷങ്ങളാണ് അങ്ങനെ പറയുന്നത്. 6-ന്റെ ഇരട്ടി 12 ആണെന്നും, പക്ഷേ ദോഷത്തിന്റെ കണക്ക് കൂട്ടുമ്പോൾ 3 കഴിഞ്ഞാൽ 6, 6 കഴിഞ്ഞാൽ 8, 8 കഴിഞ്ഞാൽ 12 ഭാവങ്ങളിൽ വന്നു കഴിഞ്ഞാൽ വ്യാഴം നമുക്ക് വളരെ പ്രതികൂല ഭാവത്തിലാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം. അതുകൂടാതെ വ്യാഴം ഗുരു മകരം രാശിയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ കുളത്തിലാണ് വ്യാഴം, ഈ നിൽക്കുന്ന വ്യാഴം ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ജനിക്കുവാണെങ്കിൽ വ്യാഴം നീചഭാവത്തിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വ്യാഴം ഇവിടെ നിൽക്കുന്ന കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ജനിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് എന്നും മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങൾ വ്യാഴത്തെ കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു പാഠം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ രാശിമാറ്റം സംബന്ധിച്ചുള്ള ഫലങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ കാര്യങ്ങൾ പറയാതെ തന്നെ മുന്നോട്ട് പോയാൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രവചിക്കുക, ആർക്കും ഒരു നഷ്ടമില്ലാത്തൊരു കാര്യം പ്രവചിച്ചു വെക്കുക, യൂട്യൂബിൽ നിന്നും അതിൻ്റെ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു ഭാവത്തിലേക്കല്ല നമ്മളിത് പറയുന്നത്. ജ്യോതിഷം നോക്കാൻ അറിയാൻ വയ്യാത്ത ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിരിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങൾ, അനുഭവങ്ങൾ ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞു പോകാൻ ആർക്കും പറ്റും. അതല്ല പറയുന്നത്. ഇത് വ്യാഴത്തിൻ്റെ സ്ഥിതിയാണ് ഈ പറയുന്നത്. അപ്പം വ്യാഴം ഇങ്ങോട്ടാണ് മാറാൻ പോകുന്നതെന്ന് നേരത്തെ പറഞ്ഞു. അതിനകത്ത് മാറ്റമൊന്നുമില്ല. ശത്രുക്ഷേത്രമായിട്ടുള്ള ബുധന്റെ രാശിയിലേക്കാണ് മാറുന്നത്. അതിനെക്കുറിച്ച് പെട്ടെന്ന് ബാക്കി കാര്യം ഇപ്പം തന്നെ പറയാം. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പം നിങ്ങളുടെ ലഗ്നം ഇവിടെയാണ് എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് വ്യാഴം ആരായിട്ട് വരും? അഷ്ടമാധിപനും 11-ാം ഭാവാധിപനുമായിട്ട് വരും. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു 8,
അഷ്ടമാധിപൻ ദോഷഗ്രഹമാണ് എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ലഗ്നം നിങ്ങളെല്ലാ ഈ പറയുന്ന ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8 8ാം ഭാവാധിപനും അതുപോലെ 11ാം ഭാവാധിപനും ലഗ്നാൽ 11ാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം ഇവിടെ നിന്നാൽ ലഗ്നത്തിൽ നിൽക്കുന്നു, ഇവിടെ നിന്നാൽ 4ാം ഭാവത്തിൽ നിൽക്കുന്നു. ലഗ്നം ഇവിടെ ആണല്ലോ, 1, 2, 3, 4 ഇവിടെ വരുന്നു. അതുപോലെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ലഗ്നം വരുന്നതെങ്കിൽ വ്യാഴം ഇവിടെ ആണെങ്കിൽ 12ൽ വന്നു. ഇങ്ങനെ ഓരോ ഭാവങ്ങൾ ഇത് മനസ്സിലാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എടുത്ത് നോക്കിയിട്ട് ലഗ്നത്തിൽ നിന്നും വ്യാഴം നിൽക്കുന്ന രാശി വരെയുള്ള ഭാവം എണ്ണിക്കഴിഞ്ഞാൽ വ്യാഴം അനുകൂല ഭാവമാണെങ്കിൽ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നതിനെയാണ് ഒന്നെന്ന് പറയുന്നത്. 4ാം ഭാവത്തിൽ ഇവിടെയാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഈ ലഗ്നക്കാരന് 4ാം ഭാവത്തിലാണ് വ്യാഴം. 1ാം ഭാവം, 4ാം ഭാവം, 7ാം ഭാവം, 10ാം ഭാവം, 5ാം ഭാവം, 1, 4, 7, 10, 9, 5 ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത് എങ്കിൽ വ്യാഴം അനുകൂല സ്ഥാനത്താണ് നമുക്ക് നിൽക്കുന്നത് ലഗ്നാൽ എന്ന് മനസ്സിലാക്കാം. ഇനി ലഗ്നാൽ ജാതകപ്രകാരം 3, 6, 8, 12 ഭാവങ്ങളിലാണ് നമ്മുടെ ജാതകസ്ഥിതിയിൽ വ്യാഴം നിൽക്കുന്നത് എങ്കിൽ നമുക്ക് ജാതകപ്രകാരം വ്യാഴം പ്രതികൂല സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം. പ്രതികൂലം. അപ്പൊ വ്യാഴം അനുകൂല ഭാവത്തിലാണോ പ്രതികൂല ഭാവത്തിലാണോ എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഈ ജ്യോതിഷം പറയുന്നത് കൊണ്ട് അർത്ഥമുള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ലഗ്നാലുള്ള ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രാലും നിങ്ങൾ അതുപോലെ തന്നെ കണക്ക് കൂട്ടണം. അതായത് നിങ്ങൾ അനിഴം നക്ഷത്രക്കാരനാണ് എന്ന് വെറുതെ വിചാരിക്കുക. നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്, വൃശ്ചികക്കൂറിലായിരിക്കും നിൽക്കുന്നത്. വ്യാഴം ഇവിടെ തന്നെ നിൽക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ആരായി? ചന്ദ്രാൽ 2ാം ഭാവാധിപനും 5ാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം 5ാം ഭാവം അനുകൂല സ്ഥാനം. ചന്ദ്രാൽ 5ാം ഭാവാധിപനായിട്ട് ആള് 7ൽ നിൽക്കുന്നു, 7ാം ഭാവത്തിൽ. 1, 2, 3, 4, 5, 6, 7. ലഗ്നാൽ പ്രതികൂലമായിട്ട് നിൽക്കുവാണെങ്കിലും ചന്ദ്രാൽ അനുകൂല ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായി? ഗുണമായി. ഇതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ചന്ദ്രൻ നീചഭാവമാണ് ഈ പറയുന്ന വൃശ്ചികക്കൂറിലെങ്കിലും ചന്ദ്രനും വ്യാഴവും പരസ്പരം ദൃഷ്ടി ചെയ്ത് ചന്ദ്രന്റെ ബലവും ഉണ്ടെങ്കിൽ നമുക്ക് ഗജകേസരി യോഗം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഗജകേസരി യോഗം. അപ്പം ചന്ദ്രന്റെയും വ്യാഴത്തിന്റെയും ഭാവമാണ് പറഞ്ഞത്. ഇനി വ്യാഴം ഇവിടെ തന്നെ നിൽക്കട്ടെ. നിങ്ങൾ മൂലം നക്ഷത്രക്കാരനോ പൂരാടം നക്ഷത്രക്കാരനോ ആണെങ്കിൽ നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഗ്രഹനിലയിൽ ഈ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും നിങ്ങൾ മൂലം നക്ഷത്രക്കാരനാണെങ്കിൽ. അപ്പം വ്യാഴം ഇവിടെ നിൽക്കുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് നോക്കിക്കോ, 1, 2, 3, 4, 5, 6ാം ഭാവത്തിലാണ് വ്യാഴം ഇപ്പോൾ ചാരവശാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സഞ്ചാരക്രമം, അതാണ് ചാരവശാൽ എന്ന് പറയുന്നത്. നിങ്ങൾ ജനിച്ച സമയത്ത് ചിലപ്പം വ്യാഴം അനുകൂലമായിരിക്കാം, പക്ഷെ ഇപ്പോൾ ചാരവശാൽ പ്രതികൂല സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ജ്യോതിഷന്മാർ പറയുന്നത് വ്യാഴം മേടൻ രാശിക്കാർക്ക് വ്യാഴം 3ാം ഭാവത്തിലോട്ട് മാറാൻ പോകുന്നു. ശരിയാണല്ലോ. ഇപ്പൊ വ്യാഴം ഇങ്ങോട്ട് മാറുമ്പം ചന്ദ്രനെ കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ രാശിചക്രങ്ങളിലെ ജ്യോതിഷന്മാരെല്ലാവരും ഫലം പറയുന്നത്. ചന്ദ്രനെ ആസ്പദമാക്കിയിട്ടാണ് ഇത് പറയുന്നത്. കാരണം നക്ഷത്ര ഫലമാണ് അവർ പറയുന്നത്. കാരണം മേടലഗ്നക്കാർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. മേടം ലഗ്നമല്ല, അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. മകം പൂരം ഉത്തരത്തെക്കാല് നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. അതുപോലെ തന്നെ വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. പൂരുരുട്ടാതി അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാല് നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ ജാതകത്തിൽ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോ ഇതെന്തിനാണ് ഇത്രയും പറഞ്ഞത് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി സ്വയം പരിശോധിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യം പറഞ്ഞത്. ഇതറിയാതെ നിങ്ങൾ ഇനി എത്ര പേരുടെ ജ്യോതിഷം കേട്ടാലും ഒന്നും മനസ്സിലാകത്തില്ല. ചുമ്മാ പറഞ്ഞു പോകാൻ ആർക്കും പറ്റും. വ്യാഴം നിങ്ങൾക്ക് മിഥുനൻ രാശിയിൽ വരുന്നത് കൊണ്ട് കോടീശ്വര യോഗം ഉണ്ടാകും എന്ന് വേണമെങ്കിൽ പറയാം. കോടികൾ കൈവരുമെന്ന് പറയാം. ലോട്ടറി ഭാഗ്യം ഉണ്ടാകുമെന്ന് പറയാം. വേറെ കുറച്ച് പേർക്ക് പ്രതികൂല സ്ഥാനത്താണ്, വേറെ കുറച്ച് പേർക്ക് നല്ലതാണ്, വേറെ കുറച്ച് പേര് സൂക്ഷിക്കണം. ഇങ്ങനെ പറഞ്ഞ് പോകുന്നത് തെറ്റാണ് എന്ന് ഞാൻ ആരോടും പറയുന്നില്ല. പക്ഷെ അങ്ങനെ ജ്യോതിഷം പറയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ MP കളയാം എന്നുള്ളതല്ലാതെ വേറെ യാതൊരു ഗുണവുമില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് വ്യാഴം അനുകൂല സ്ഥാനമാണെങ്കിൽ 1, 4, 7, 10, 5, 9 ഭാവങ്ങളിൽ വ്യാഴം ജാതകത്തിൽ
ലഗ്നാൽ ഭാവത്തിലോ ചന്ദ്രാൽ ഭാവത്തിലോ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂല ഭാവത്തിലാണ്. ലഗ്നാൽ പ്രതികൂലമായാലും ചന്ദ്രാൽ അനുകൂല ഭാവത്തിലാണെങ്കിലും നമുക്ക് ഗുണവും ഉണ്ടാവും. ലഗ്നാലും ചന്ദ്രാലും വ്യാഴം 3, 6, 8, 12 ഭാവങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് വളരെയധികം ദോഷത്തിലാണ് നമ്മുടെ വ്യാഴം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ജാതകത്തിലെ സ്ഥിതിയാണ്. അപ്പോൾ ചാരവശാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യാഴം ഇനി ഇങ്ങോട്ട് മാറുമ്പോൾ 3-ാം ഭാവത്തിലേക്കാണല്ലോ ചന്ദ്രാൽ മാറാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ജാതക പ്രകാരം അശ്വതി ഭരണി കാർത്തികകാല നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ രാശി മാറ്റം കൊണ്ട് 3-ാം ഭാവത്തിലേക്ക് മാറുന്നു. നേരത്തെ 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിന്നിരുന്ന ആള് 3-ാം ഭാവത്തിലോട്ട് മാറുന്നു. ഇപ്പൊ ചെറിയ പ്രതികൂലവും ഉണ്ട്, എന്നാൽ അത്ര വലിയ ദോഷം പറയാനുമില്ല എന്നുള്ളൊരു ഭാവത്തിലേക്ക് മാറും. അപ്പോൾ വ്യാഴം ഇവിടെ വരുമ്പോഴത്തേക്കിന് കർക്കിടക കൂറുകാർക്ക് വ്യാഴം എവിടായി? 11-ൽ നിൽക്കുന്ന വ്യാഴം നേരെ 12-ലായി എന്ന് പറയേണ്ടി വരും. ചിങ്ങക്കൂറുകാർക്ക് എന്ത് പറയും? ചിങ്ങക്കൂറുകാരൊക്കെയാണ് മകം പൂരം ഉത്തരത്തിൽ കാലുകാർക്ക് വ്യാഴം 11-ലായി. ഉത്തരത്തിൽ മുക്കാലും മൊത്തം ചിത്തിരേരെയും കന്നിക്കൂറുകാർക്ക് വ്യാഴം എവിടെ നിൽക്കുന്നു? 10-ൽ നിൽക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. വ്യാഴത്തിന്റെ രാശിമാറ്റത്തോടു കൂടി ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം എവിടേക്കാണ് വരുന്നതെന്നാണ് പറയുന്നത്. അടുത്തത് ചിത്തിരയും ചോതിയും വിശാഖത്തിൽ മുക്കാല് നക്ഷത്രക്കാർക്ക് വ്യാഴം 9-ാം ഭാവത്തിലേക്ക് വരുന്നു. ഇവിടുന്ന് മാറി ഇങ്ങോട്ട് വരുമ്പോൾ ചിത്തിരയും ചോതിയും വിശാഖത്തിൽ മുക്കാലുകാർക്ക് 9-ാം ഭാവത്തില്. വിശാഖത്തിൽ കാലും അനിഴയും തൃക്കേട്ടയും വരുന്ന വൃശ്ചിക കൂറുകാർക്ക് വ്യാഴം 8-ാം ഭാവത്തിൽ. എങ്ങനെ 8 എന്ന് എണ്ണുന്നത് ഇങ്ങനെയാണ്: 1, 2, 3, 4, 5, 6, 7, 8. 8-ാം ഭാവത്തിലേക്ക് വ്യാഴം രാശി മാറാൻ പോകുന്നു എന്ന് 2025 മെയ് മാസം 14-ാം തീയതി. ഇനി നമ്മൾ മൂലം പൂരാട് ഉത്രാടത്തിൽ കാലുകാരെ എടുത്താലോ, വ്യാഴം അവർക്ക് 7-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഇനി നമ്മൾ മകരക്കൂറുകാരെ എടുത്താലോ, മകരക്കൂറുകാരൊക്കെയാണ് അവിട്ടം മൂലം പൂരാട് ഉത്രാടത്തിൽ മുക്കാല് തിരുവോണം അവിട്ടത്തര വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം നോക്കിക്കോ 1, 2, 3, 4, 5, 6-ാം ഭാവത്തിലേക്ക് മാറുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി ഇവിടെ വരുന്ന ആരൊക്കെയാണ്? അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലുകാർക്ക് വ്യാഴം എങ്ങോട്ട് മാറുന്നു? 5-ാം ഭാവത്തിലേക്ക് മാറുന്നു. മീനക്കൂറുകാർക്ക് 4-ാം ഭാവത്തിലേക്ക് മാറുന്നു. മേടക്കൂറുകാർക്ക് 3-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഇടവക്കൂറുകാർക്ക് 2-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഇപ്പം ഇത്രയും പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ മനസ്സിലാകാത്തവർക്ക്, ജ്യോതിഷപരമായി യാതൊരു ബന്ധവും അറിവും കുറവുള്ളവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. ജ്യോതിഷത്തെക്കുറിച്ച് കുറച്ച് അറിയാവുന്നവർക്ക് ഈ പറയുന്ന കാര്യം നോക്കേണ്ട പോലും ആവശ്യം വരുന്നില്ല, പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാകും. ജ്യോതിഷം ആദ്യമായിട്ട് അറിയാൻ വയ്യാത്ത ആളുകൾക്ക് നമ്മുടെ വ്യാഴം എവിടെ നിൽക്കുന്നു, ശുക്രൻ എവിടെ നിൽക്കുന്നു, ഇങ്ങനെ തന്നെ ഈ പറഞ്ഞ അതേ അവസ്ഥയിൽ തന്നെ ലഗ്നാലും ചന്ദ്രാലും നിങ്ങൾക്ക് ഗ്രഹങ്ങളെല്ലാം, ഇപ്പം ശുഭഗ്രഹങ്ങൾക്ക് ഇതാണ് പറയുന്നത്. പാപഗ്രഹങ്ങൾക്ക് 3, 6, 8, 12-ലാണ് അവർക്ക് ഇഷ്ടസ്ഥാനം എന്ന് പറയും. ശുഭഗ്രഹങ്ങളുടെ ഇഷ്ടസ്ഥാനം 1, 4, 7, 10, 9, 5 ഭാവങ്ങളിലാണ് അവർക്ക് ഇഷ്ടസ്ഥാനം എന്ന് പറയും. ഇപ്പൊ പാപന്മാരും ഉണ്ട്, ശുഭന്മാരും ഉണ്ട്. ഇപ്പൊ രാഹു കേതുക്കളൊക്കെ ഉണ്ട്, അവർക്ക് 3, 6, 8, 12 ഭാവങ്ങളിലൊക്കെ നിന്നാലാണ് നമുക്ക് നല്ലത്. അവർ 1, 4, 7, 9, 5 ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദുരിതങ്ങളുണ്ടാവും. ഒന്നുകൊണ്ട് ദേഹം ചിന്തിക്കണം, നമ്മുടെ ശരീരം, ആത്മാവ്, അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ആരോഗ്യം എല്ലാം നമ്മൾ ലഗ്നം കൊണ്ട് ചിന്തിക്കണം. 2-ാം ഭാവം കൊണ്ട് നമ്മുടെ ജാതകത്തിലെ ധനസ്ഥിതി, കുടുംബം, ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. 3-ാം ഭാവം കൊണ്ട് സഹോദര സ്ഥാനങ്ങൾ ചിന്തിക്കണം. 4-ാം ഭാവം കൊണ്ട് ഗൃഹവും വാഹനവും ചിന്തിക്കണം എന്ന് പറയും. എന്താ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഗ്നാൽ വ്യാഴം 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് ഇഷ്ടം പോലെ ഗൃഹങ്ങളുണ്ടാകും, ഒരുപാട് വാഹനങ്ങളുടെ ഉടമയായി തീരും, ഇഷ്ടം പോലെ ഭൂമി സ്വത്തുക്കൾ ഉണ്ടായിത്തീരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ജാതകപ്രകാരം ഇങ്ങനെ ഓരോ ഭാവങ്ങളിൽ ഗ്രഹം മറഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജാതകത്തിൽ ദോഷങ്ങളെ പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് ഈ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ പറ്റി എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുപോലെ ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥിതി, ഓരോ രാശിയിൽ എവിടേക്കാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ജ്യോതിഷം നോക്കി മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി നമുക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം വരുന്നത് കൊണ്ടും, അതുകൂടാതെ വ്യാഴം ഇങ്ങോട്ട് മാറിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലഗ്നാലും ചാരവശാലും ഇത് രണ്ടും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ലഗ്നാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച തീയതി വെച്ചിട്ട് എടുക്കുന്ന സാധനം, ഗ്രഹനിലയാണ് ഈ പറഞ്ഞ ലഗ്നം. നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ഗ്രഹനില എടുത്ത് നോക്കിയാൽ അതിന് മാറ്റം ഉണ്ടാവത്തില്ല.
പക്ഷെ ചാരവശാൽ ഇത് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പലവിധത്തിലുള്ള ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ മാറി 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 ജീവിതത്തിൽ പലവിധത്തിലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം ഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം കൊണ്ടാണ് അതുണ്ടാകുന്നത്. അപ്പം ലഗ്നം കൊണ്ടും ചാരവശാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതി, ഇപ്പം നമ്മുടെ ചന്ദ്രൻ 28 ദിവസം കൊണ്ട് ഇത്രയും രാശികളിലൂടെ സഞ്ചരിക്കും. വ്യാഴം 12 വർഷം എടുക്കും ഇത്രയും രാശികൾ കടക്കാൻ. ചന്ദ്രൻ 28 ദിവസം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം സഞ്ചരിക്കാൻ വ്യാഴത്തിന് വേണ്ടത് എത്ര വർഷമാണ്? 12 വർഷം. സൂര്യനോ 12 മാസം. അതുകൊണ്ടാണ് ഓരോ വർഷം മാറുന്നത്. ചൊവ്വയ്ക്ക് ഏകദേശം 1 വർഷത്തോളം വരും. രാഹുകേതുക്കൾക്ക് 1.5 വർഷത്തോളം വരും. ശുക്രന് 1 വർഷത്തോളം വരും. ശനിക്ക് 2.5 വർഷം വരും. ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കിയാൽ ഓരോ ഗ്രഹങ്ങളുടെയും സഞ്ചാരത്തിന്റെ ദൂരം മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ആൾ ചന്ദ്രനാണ്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മനസ്സുകൾ മാറി മാറി വരുന്നത്. ഇന്നലെ വഴക്കിട്ട ആളുകൾ ഇന്ന് ചിലപ്പോൾ കൂട്ടിയേരുന്നത് അതുകൊണ്ടാണ്. ഭാര്യാഭർത്താക്കന്മാരൊക്കെ വഴക്കിട്ടിട്ട് 2 ദിവസം കഴിയുമ്പം സ്നേഹഭാവം കണ്ടിട്ടില്ലേ? ചന്ദ്രന്റെ സഞ്ചാരം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ തന്നെ ഇതിന്റെ ഫലം പറയാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് പെട്ടെന്നൊരു കാര്യം പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യാഴം നമ്മുടെ ജാതക പ്രകാരമോ ചാരവശാലോ പ്രതികൂല ഭാവത്തിൽ 3, 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ദോഷങ്ങളെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ 8ാം ഭാവം ആർക്കാണ് ഇപ്പോൾ വരാൻ പോകുന്നത്? വൃശ്ചിക കൂറുകാരായിട്ടുള്ള വിശാഖത്തിൽ കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വ്യാഴം അഷ്ടമത്തിലേക്ക് മാറാൻ പോവുകയാണ്. മകരക്കൂറുകാർക്ക്, അതായത് അവിട്ടത്തര, മൂലംപൂര, ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം, അവിട്ടത്തര നക്ഷത്രക്കാർക്ക് വ്യാഴം 6ാം ഭാവത്തിലേക്ക് മാറുവാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യാഴം 3ാം ഭാവത്തിലേക്ക് മാറുവാണ്. 3, 6, 8, 12. 12 ആർക്കാണ്? കർക്കിടക കൂറുകാർക്ക് വ്യാഴം 12ലേക്ക് മാറുവാണ്. അപ്പൊ പ്രതികൂലമായിട്ട് വരുന്ന വ്യാഴത്തിന്റെ രാശി കൊണ്ട് പ്രതികൂല ഭാവം ചാരവശാൽ, അതായത് ഇപ്പോൾ നടക്കാൻ പോകുന്ന രാശി മാറ്റം കൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് വ്യാഴം പ്രതികൂലമായിട്ടുള്ള ഭാവത്തിൽ പോകുന്ന നക്ഷത്രങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പുണർദത്തിൽ കാല്, പൂയവും ആയില്യം വരുന്ന കർക്കിടക കൂറുകാർക്ക് വ്യാഴം കർക്കിടകത്തിന് 12, വൃശ്ചികക്കൂറുകാർക്ക് അഷ്ടമഭാവത്തിൽ. വൃശ്ചികക്കുള്ള ആരൊക്കെയാ വരുന്നത്? വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും. ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര വരുന്ന മകരക്കൂറുകാർക്ക് 6, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ വരുന്ന മേടക്കൂറുകാർക്ക് 3ാം ഭാവത്തിൽ. ഇപ്പൊ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇപ്പൊ 3, 6, 8, 12 കർക്കിടകക്കാർക്ക് 12. 3, 6, 8, 12 ഭാഗങ്ങളിലാണ് വ്യാഴം മാറാൻ പോകുന്നത്. ഇനി അനുകൂലമായിട്ട് വ്യാഴം മാറാൻ പോകുന്ന ആർക്കൊക്കെയാണ് നമുക്ക് നോക്കാം. 1ാം ഭാവം, അതായത് മകേരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാല് വരുന്ന മിഥുനക്കൂറുകാർക്ക് 1ലേക്ക് വ്യാഴം വരുന്നു. നേരെ ഇങ്ങോട്ട് വരികയാണ്. കന്നി രാശിയിൽ ആരൊക്കെയാ ഉള്ളത്? ഉത്തരത്തെ മുക്കാല്, അത്തവും ചിത്തിര വരെയും വരുന്ന കന്നിക്കൂറുകാർക്ക് വ്യാഴം 10ാം ഭാവത്തിൽ വരികയാണ്. എന്ന് 2025 മെയ് 14-ാം തീയതി വ്യാഴം 10ലേക്ക് വരികയാണ്. 10 എന്ന് വെച്ചാൽ കർമ്മഭാവം. അവിടെ എഴുതിയിട്ടുണ്ട്. വ്യാഴത്തിന്റെ അനുകൂല ഭാവം 10ാം ഭാവം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ 10ാം ഭാവം വന്നാൽ അനുകൂലം, കർമ്മപരമായിട്ടുള്ള പുരോഗതിയാണ് അവിടെ പറയേണ്ടത്. ഇനി അടുത്തതായിട്ട് അനുകൂലമായിട്ട് വരാൻ പോകുന്ന നക്ഷത്രക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുലാക്കൂറുകാരനാണ്. തുലാക്കൂറിൽ ആരൊക്കെയാ വരുന്നത്? ചിത്തിര, അരയും, ജ്യോതിയും, വിശാഖത്തിൽ മുക്കാലും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, തുലാക്കൂറുകാർക്ക് വ്യാഴം എവിടെ വരുന്നു? നിങ്ങൾ തന്നെ നോക്കിക്കോ. 1, 2, 3, 4, 5, 6, 7, 8, 9. ഭാഗ്യസ്ഥാനത്ത് 9 താണ്ട് ഇടയിലുണ്ട്. വ്യാഴത്തിന്റെ ഇഷ്ടഭാവം 9ലേക്ക് വരുന്നു. തുലാക്കൂറുകാർക്ക് അനുകൂലം, കന്നിക്കൂറുകാർക്ക് അനുകൂലം, ചിങ്ങക്കൂറുകാർക്ക് 11-ൽ വ്യാഴം. ഇങ്ങനെ എണ്ണണം. 1, 2, 3, 4, 5 ഇങ്ങനെ എണ്ണണം. ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം 11-ല്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടെ പറയുന്നു. വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം അഷ്ടമത്തില്, 8ാം ഭാവം, ദോഷസ്ഥാനത്ത്. വൃശ്ചികക്കൂറിൽ ആരൊക്കെയാ ഉള്ളത്? വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും നക്ഷത്രക്കാർക്ക് വ്യാഴം അഷ്ടമത്തില്. അടുത്തത് 7ാം ഭാവത്തിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാലുകാർക്ക് വ്യാഴം 7ാം ഭാവത്തിൽ. 1, 2, 3, 4, 5, 6, 7ാം ഭാവത്തിലേക്ക് വരുന്നു. 7ാം ഭാവം അനുകൂല ഭാവം.
7ാം ഭാവം കൊണ്ട് ഭാര്യാസ്ഥാനം, വിവാഹസ്ഥാനം ചിന്തിക്കേണ്ട ഭാവമാണെന്ന് വ്യാഴം മാറുന്നതുകൊണ്ട് മംഗല്യം, സ്വർണം. അപ്പം വ്യാഴത്തിനെ കൊണ്ട് പറയുന്ന കാരകമുണ്ട്, അതിപ്പോൾ തന്നെ പറയാൻ പോവാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് വ്യാഴം പ്രതികൂല സ്ഥാനത്ത് വരുന്ന നേരത്തെ പറഞ്ഞു, മകരക്കൂറുകാർക്ക് വ്യാഴം 6ാം ഭാവത്തിൽ. അടുത്ത അനുകൂലം കുംഭൻ രാശിക്കാർക്ക് എണ്ണിക്കോ, 1, 2, 3, 4, 5ാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നു. അതാണ്ടേ 5. കുംഭക്കൂറുകാർക്ക് അനുകൂലം. ഇനി അടുത്തതോ മീനക്കൂറുകാർക്ക് 4ാം ഭാവം. അതാണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് 1, 4. മീനക്കൂറുകാർക്ക് 1, 2, 3, 4. അപ്പം അനുകൂലമായിട്ട് വരുന്നവരും പ്രതികൂലമായിട്ട് വന്നവരും ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രതികൂലമായിട്ട് വരുന്നവർ കർക്കിടകം, വൃശ്ചികം, മകരം, മേടക്കൂറുകാർ. അനുകൂലമായിട്ട് വരുന്നവർ ആരൊക്കെയാണ്? മിഥുനം, കന്നി, തുലാം, ധനു, അടുത്തതായിട്ട് കുംഭം, മീനക്കൂറുകാർ. ഇത്രയും പേർക്ക് വ്യാഴം വളരെ അനുകൂലമായ ഭാവത്തിലേക്കാണ് വരുന്നത്. ഇത് വെച്ചുകൊണ്ട് ആണ് സകല ജ്യോതിഷന്മാരും ഫലം പറയുന്നത്. പിന്നെ ജ്യോതിഷം നോക്കുന്ന യൂട്യൂബിലുള്ള വീഡിയോസിനകത്ത് മുഖമുള്ള വീഡിയോസുകൾ കാണാൻ ശ്രമിക്കുക. അല്ലാത്ത വീഡിയോസ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. കാരണം അന്ധവിശ്വാസങ്ങൾ ഒരുപാട് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പണം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ട്, യൂട്യൂബിൽ നിന്നും വരുമാനം ഉണ്ടാക്കുക. ഞാൻ ഇതൊരു ക്ഷേത്രത്തിൻ്റെ യൂട്യൂബ് ചാനലാണ്, അവിടുത്തെ ഒരു ശമ്പളക്കാരനായതുകൊണ്ടാണ് എനിക്കിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ടും ശാന്തിപ്പണി ചെയ്യുന്നത് കൊണ്ടുമുള്ള ഒരു ശമ്പളം മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ആ കാര്യമല്ല നമ്മൾ പറഞ്ഞു വരുന്നതെങ്കിൽ പോലും അത് പറഞ്ഞുമാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ വ്യാഴം പ്രതികൂല ഭാവത്തിൽ ചാരവശാലോ ലഗ്നാലോ നിൽക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ദോഷങ്ങളാണ് അടുത്ത പറയുന്നത്. ഇതാണ് നിങ്ങളെല്ലാവരും പ്രധാനമായിട്ട് കേൾക്കേണ്ടത്. ഈശ്വരാധീനം കുറയുക, ഈശ്വരവിശ്വാസം കുറയുക, വിഷാദ സ്വഭാവം ഉണ്ടാവുക, നിരാശ ബാധിക്കുക, ഉത്കണ്ഠ ഉണ്ടാവുക, ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവുക, സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും നമുക്ക് പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ സന്തോഷാനുഭവങ്ങൾ കുറയുക, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുമാർ ഉണ്ടാവുക, ദൂർത്ത് ഉണ്ടാവുക, എന്ന് വെച്ചാൽ പാഴ്ചെലവ് ഉണ്ടാവുക, അമിതമായ ആത്മവിശ്വാസം മൂലം എടുത്തുചാട്ടം ഉണ്ടാവുക, കടം വാങ്ങേണ്ടതായിട്ട് വരിക, ബിസിനസ് പരാജയം വരിക, അതുപോലെ തന്നെ ഭാഗ്യമില്ലാത്ത ഒരവസ്ഥയാണെന്നും സ്വയം തോന്നിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ് വ്യാഴം പ്രതികൂലമായിട്ട് നമ്മുടെ ജാതകവരാലോ ചാരവശാലോ നമുക്ക് വ്യാഴം ദോഷസ്ഥാനത്ത് വന്നാൽ 3, 6, 12 ഭാവങ്ങളിൽ വ്യാഴം മറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ ഇത്രയാണ് എന്നാണ് പറയുന്നത്. ഇനി വ്യാഴം അനുകൂല ഭാവത്തിൽ വരുന്നവർക്ക് എന്തൊക്കെയാണ് വരുന്നത്? അറിവ് വർദ്ധിക്കുക, സന്താനങ്ങളെ കൊണ്ട് ഗുണമുണ്ടാവുക, ജ്ഞാനം വർദ്ധിക്കുക, ഈശ്വരാധീനം ഉണ്ടാവുക, ഭാഗ്യം തെളിയുക, ബുദ്ധി തെളിയുക, ധനം ഉണ്ടാവുക, ഐശ്വര്യം വർദ്ധിക്കുക, ധാർമ്മിക ബോധം ഉണ്ടാവുക, സത്വഗുണം വർദ്ധിക്കുക, വേദങ്ങൾ, ഉപനിഷത്തുകൾ, അതുപോലെ തന്നെ പൂജാസംബന്ധമായിട്ടുള്ള കാര്യങ്ങളോട് താല്പര്യം വർദ്ധിക്കുക, ഈശ്വരവിശ്വാസം ഉണ്ടാവുക, മറ്റുള്ളവരുടെ ബഹുമാന്യത നമുക്ക് കിട്ടുക, നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ തോന്നുന്ന അവസ്ഥയുണ്ടാവുക, അതുപോലെ തന്നെ ഗുരുക്കന്മാരിൽ നിന്നുള്ള അനുഗ്രഹം ഉണ്ടാവുക, അതുപോലെ തന്നെ ആരാധനകളൊക്കെ പോകാനുള്ള അമ്പലങ്ങളിലേക്ക്, അതുപോലെ തന്നെ പുണ്യതീർത്ഥങ്ങളിലൊക്കെ പോകാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവുക, സത്യത്തിൻ്റെ കൂടെ നിൽക്കുക, നിയമപരമായ സഹായങ്ങൾ നമുക്ക് കിട്ടുക, ദേവഭക്തി ഉണ്ടാവുക, ബഹുമാനം കിട്ടുക, ശാന്തി സമാധാനം ഗൃഹത്തിലുണ്ടാവുക, തീർത്ഥാടനത്തിന് പോകാനുള്ള അവസരം ഉണ്ടാവുക, പണം കൈവരിക, രാഷ്ട്രീയപരമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ശോഭയുണ്ടാവുക, പൂജാതി കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക, ദേവബ്രാഹ്മണ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്നുള്ളതാണ് ഈ പറയുന്ന 1, 4, 7, 10, 9, 5 ഭാവങ്ങളിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ടുണ്ടാവുന്നവർക്ക്. ഇനി നമുക്ക് യഥാർത്ഥത്തിൽ ഫലം പറയണമെന്ന് ചോദിച്ചാൽ ആരുടെയും ഫലം പറയേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആരുടെയും ഫലം പറയേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ പ്രതികൂലമായിട്ടുള്ള ചെറിയ ദോഷം വരുന്ന ഗ്രഹസ്ഥിതിയുള്ളവർ അശ്വതി, ഭരണി, കാർത്തിക, കാല് നക്ഷത്രക്കാർക്ക് വ്യാഴം 3ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പല വിധത്തിലുള്ള നേരത്തെ പറഞ്ഞ കണക്ക് വിഷമസ്ഥിതികൾ കുറച്ച്, വലിയ കൂടുതലായിട്ടില്ല, വളരെ കുറച്ച് ഭാവത്തിൽ, അതായത് 3ാം ഭാവം ഏറ്റവും കുറവാണ്. 3ലേക്ക് വ്യാഴം പോയി കഴിഞ്ഞാൽ വ്യാഴത്തിന് ഏറ്റവും കുറഞ്ഞ ദോഷം നിൽക്കുന്ന സമയമാണെന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ഉണ്ടാവുക, ചെറുതായിട്ട്, വളരെ കാര്യമായിട്ടില്ല, ചെറുതായിട്ടൊക്കെ ബിസിനസ്സിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വരിക, കാര്യപരാജയങ്ങൾ ഉണ്ടാവുക, പരീക്ഷാ വിജയങ്ങളിലൊക്കെ ഇച്ചിരി പ്രയാസങ്ങൾ വരിക, പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുക അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക്. അപ്പോൾ പ്രതികൂല ഭാവത്തിൽ 3ാം ഭാവത്തിലാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് ഇടവ രാശിക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് രണ്ടുമല്ലാത്തൊരു സമയമാണ്. അതായത് വ്യാഴം ധനസ്ഥാനത്ത് നിൽപ്പുണ്ട്, പക്ഷേ
ജാതകപ്രകാരം അഷ്ടമാധിപനും 11ാം ഭാവാധിപനുമായിട്ടുള്ള ഒരു ദോഷഗ്രഹമാണ് ആർക്ക്? ഇടവക്കൂറുകാർക്ക് വ്യാഴം. ഇടവക്കൂറുകാരായിട്ടുള്ള നക്ഷത്രക്കാർക്ക് ലഗ്നാലും അനുകൂലമല്ല, പ്രതികൂലമായിട്ടാണ് പോകുന്നതെങ്കിൽ അവർക്ക് ഒരുപാട് വിധത്തിലുള്ള ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. എങ്കിലും സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 11ാം ഭാവാധിപനായിട്ട് വരുമ്പോൾ രണ്ട് കാര്യം പറയുന്നുണ്ട്. മാരകസ്ഥാനവും വരുന്നുണ്ട്, ലാഭസ്ഥാനവും വരുന്നുണ്ട്. അപ്പൊ ലാഭസ്ഥാനാധിപൻ 2ാം ഭാവത്തിൽ വന്നു കഴിയുമ്പോൾ ധനസ്ഥാനമാണെന്നും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുക, കിട്ടാതെ കിടക്കുന്ന ധനങ്ങൾ കിട്ടുക, ഭാഗ്യം വർദ്ധിക്കുക, ഐശ്വര്യം ഉണ്ടാവുക, കുടുംബപരമായിട്ടുള്ള സ്വത്തുക്കളിൽ നിന്നുള്ള ഗുണങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ ഇടവക്കൂറുകാർക്ക് ഫലമായിട്ട് വരുന്നുണ്ട്. അടുത്തതായിട്ട് മിഥുനക്കൂറുകാർക്ക് വരുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്? ലഗ്നത്തിലേക്കാണ് വരുന്നത് വ്യാഴത്തിന്റെ സ്ഥിതി. പക്ഷേ ബുധന്റെ ക്ഷേത്രമാണെന്നും ബുധൻ ശത്രുക്ഷേത്രമാണെന്നും ശത്രുഗ്രഹമാണെന്നും മനസ്സിലാക്കുക. എങ്കിൽ പോലും വ്യാഴം എന്ന് പറഞ്ഞാൽ സർവേശ്വരകാരകനായതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുക. സ്വർണം വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, പണയത്തിലിരിക്കുന്ന സ്വർണങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, കിട്ടാതെ കിടക്കുന്ന ധനം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഭൂമി ലാഭം ഉണ്ടാവുക, അതുപോലെ തന്നെ സന്തോഷം ഉണ്ടാവുക, അതുപോലെ തന്നെ നമുക്ക് പലവിധത്തിലുള്ള ഭാഗ്യം ഉണ്ടാവുക, ബുദ്ധി തെളിയുക, ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ കിട്ടുന്ന സമയമായിട്ട് വേണം ഈ വരുന്ന 2025 മെയ് മാസം 14-ാം തീയതി വ്യാഴത്തിന്റെ രാശിമാറ്റത്തോടു കൂടി പറയാനായിട്ട്. അടുത്തതായിട്ട് കർക്കിടകൂറുകാർക്ക് വ്യാഴം 12ലേക്കാണ് പോകുന്നത്. വ്യാഴം ഈ കർക്കിടകൂറുകാർക്ക് 9ാം ഭാവാധിപനും 6ാം ഭാവാധിപനുമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഗുണദോഷ സമ്മിശ്രമാണ് ഫലം. അപ്പോ 9ാം ഭാവാധിപതി 12ൽ വരുമ്പോൾ ഭാഗ്യം മറയുന്നു എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ 12ാം ഭാവത്തിലേക്ക് വരുമ്പം വ്യാഴം മറയുന്നതിനാൽ ഭാഗ്യവർദ്ധനവിന് വേണ്ടിയിട്ടുള്ള പരിഹാരക്രിയകൾ പ്രധാനമായിട്ട് ആദ്യം ചെയ്യേണ്ടത് കർക്കിടകൂറുകാരാണ്. ഭാഗ്യസൂക്ത മന്ത്ര പുഷ്പാഞ്ജലി, വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, നെയ്വിളക്ക് പോലുള്ള വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വിഷ്ണു പ്രീതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്. അതുകൂടാതെ നമ്മൾ ഈ ദാനങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ധാന്യങ്ങളൊക്കെ, നവധാന്യങ്ങളൊക്കെ ദാനം ചെയ്യുക, ഉഴുന്ന് ദാനം ചെയ്യുക, ചെറുപയർ ദാനം ചെയ്യുക, മഞ്ഞൾ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക, നാരങ്ങ വിളക്ക് കത്തിക്കുക, അതുപോലെ തന്നെ ഉപ്പ്, പഞ്ചസാര ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ദാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 12ൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദോഷങ്ങൾ മാറിക്കിട്ടും എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ സ്ഥിരമായിട്ട് ഓം ദേവാനാഞ്ച ഋഷീണാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തന്നമാമി ബൃഹസ്പതി എന്ന് പറയുന്ന വ്യാഴത്തിന്റെ സ്തോത്രം സ്ഥിരമായിട്ട് ജപിക്കുന്നത്, ഓം ബൃഹസ്പതേ നമഃ എന്ന് പറയുന്ന മൂലമന്ത്രം ജപിക്കുന്നതും ഉത്തമമായിരിക്കും കർക്കിടകൂറുകാർക്ക്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യം പറഞ്ഞു, മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യം ഉണ്ടാവും. അടുത്തതായിട്ട് ഇടവക്കൂറുകാരുടെ കൂട്ട് തന്നെയാണ് ചിങ്ങക്കൂറുകാർക്കും വരുന്നത്. കാരണം വ്യാഴം 11ലാണ്, 5ാം ഭാവാധിപൻ. അതുപോലെ 1, 2, 3, 4, 5ാം ഭാവാധിപനും അഷ്ടമാധിപനുമായിട്ടുള്ള വ്യാഴം 11ൽ വരുന്നുണ്ട്. അഷ്ടമാധിപൻ 11ൽ വന്നാൽ ലാഭം കുറയുക, അതുപോലെ തന്നെ നമുക്ക് പലവിധത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ ധനനഷ്ടങ്ങളൊക്കെ വരുന്നെങ്കിൽ പോലും 11ാം ഭാവത്തിലായതുകൊണ്ട് ഒരു അനുകൂല ഭാവമുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അഷ്ടമാധിപന്റെ വരവാണ് 11ാം ഭാവത്തിലേക്ക്. അപ്പം വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ചെറിയ ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ഈ പറയുന്ന ചിങ്ങക്കൂറുകാർക്കും വരുന്നത്. ചിങ്ങക്കൂറുകാർ സൂര്യന്റെ സ്വക്ഷേത്രമായതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വഴിപാടുകളായിട്ട് പറയുകയാണെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിച്ച്, നെയ്വിളക്ക് കത്തിച്ച്, വെണ്ണ നിവേദിച്ച്, കദളിപ്പഴം നിവേദ്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഫലമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അടുത്തതായിട്ട് കന്നിക്കൂറിൽ വരുന്നത് ആരൊക്കെയാണ്? ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരയും വരുന്ന കന്നിക്കൂറുകാർക്ക് വ്യാഴം 4ാം ഭാവാധിപനും 7ാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം കർമ്മഭാവത്തിലേക്ക് വരുമ്പോൾ ഗജകേശ്വരി യോഗം പൂർണ്ണമായിട്ടും തെളിയുന്ന നക്ഷത്രക്കാരാണ് കന്നിക്കൂറുകാർ. അതുകൂടാതെ കേതുവിന്റെ രാശിമാറ്റമുണ്ട്, അതും കൂടി അവർക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് വരുന്നുണ്ട്. ശനി ഇവിടെ ഉണ്ട്, 7ാം കണ്ടകശനി ഉണ്ട്. എങ്കിൽ പോലും പ്ലസ് പോയിന്റ് ആയിട്ട് വരുന്ന കാര്യമാണ് വ്യാഴത്തിന്റെ കർമ്മത്തിലേക്കുള്ള മാറ്റം. തൊഴിൽ കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരത്തേൽ മുക്കാല്, അത്തം, ചിത്തിര കന്നിക്കൂറുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തൊഴിൽപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് വേണം നമ്മളിതിനെ കണക്കുകൂട്ടാനായിട്ട്. ഏതെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ, PSC ടെസ്റ്റ് പോലൊക്കെ ഉണ്ട്, ലിസ്റ്റിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടാനുള്ള യോഗമുണ്ട്. വിദേശത്ത്, യൂറോപ്പിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക്, ജോലി മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഉത്തരത്തെ മുക്കാൽ, അത്തം, ചിത്തിര കന്നിക്കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കർമ്മ പുരോഗതി ഉണ്ടാവുക, അതുപോലെ തന്നെ ഭാര്യാഗുണം ഉണ്ടാവുക, പിരിഞ്ഞിരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചേരുക, സ്നേഹബന്ധങ്ങൾക്കെല്ലാം ഊഷ്മളത ഉണ്ടാകുക,
അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കർമ്മഭാവം കൊണ്ട്, കർമ്മം തെളിയുക എന്നുള്ള ഒറ്റ വാക്കുകളിൽ തന്നെ എല്ലാം ആയി. നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മമാണോ ആ കർമ്മത്തിലെല്ലാം ശോഭയുണ്ടാകും എന്നുള്ളതാണ് അതിൽ നിന്നും പറയാനുള്ളത്. അടുത്തതായിട്ട് തുലാക്കൂറിൽ വരുന്ന നമ്മൾ നക്ഷത്രങ്ങൾ കണക്കൂട്ടണം. ചിത്തിരേരെയും ചോദ്യം വിശാഖത്തിൽ മുക്കാൽ വരുന്ന തുലാക്കൂറുകാർക്ക് വ്യാഴം 3-ാം ഭാവാധിപനും 6-ാം ഭാവാധിപനുമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അതായത് 3-ാം ഭാവവും 6-ാം ഭാവാധിപവും വരുന്ന വ്യാഴം തുലാക്കൂറുകാർക്ക് പ്രതികൂല ഭാവമാണ്. അതായത് ശുക്രന്റെ രാശിയിൽ വരുന്ന നക്ഷത്രം, നേരത്തെ പറഞ്ഞല്ലോ ശുക്രൻ ശത്രുവാണ്. അപ്പം ഇടവക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും വ്യാഴം ഒരു പ്രതികൂല ഗ്രഹമാണ് എന്ന് മനസ്സിലാക്കണം. എങ്കിൽ പോലും വ്യാഴം 9-ാം ഭാവത്തിലേക്ക് വരികയാണ്, ഭാഗ്യസ്ഥാനത്തേക്ക് വരികയാണ്. 3-ഉം 6-ഉം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഫലം പറയാം. വ്യാഴത്തെ കൊണ്ട് ദോഷം കൂടുതലായിട്ട് പറയുന്നില്ലെങ്കിലും ഭാഗ്യസ്ഥാനത്തേക്ക് ഇച്ചിരി ദോഷം പറയുന്നുണ്ട്. അപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രത്തില് പാൽപ്പായസം നിവേദിക്കുക, അതുപോലെ തന്നെ മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുക. അതുപോലെ തന്നെ തുലാക്കൂറുകാരായതുകൊണ്ട് ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക, ഗണപതി ഹോമം ചെയ്യുക, അതുപോലെ തന്നെയുള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 11-ൽ കേതുവിൻ്റെ സ്ഥിതി വരുന്നത് കൊണ്ടും ഈ ഗണപതി ഹോമം വളരെയധികം ഉത്തമമായിരിക്കും. അപ്പോൾ ഓരോ രാശിക്കാരുടെയും പരിഹാരം പറഞ്ഞില്ല എന്ന് പല ആളുകളും വേറെ വീഡിയോസിനകത്ത് പറയുന്നുണ്ട്. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് മുഴുവൻ കാണാത്തത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ചില ആളുകൾക്ക്. അടുത്തതായിട്ട് വൃശ്ചികക്കൂറിൻ്റെ ഫലം പറയാൻ പോകുന്നു. വൃശ്ചികക്കൂറുകാർക്ക് പ്രതികൂല ഭാവത്തിലേക്കാണ് മാറുന്നത്, അഷ്ടമഭാവത്തിലേക്ക് മാറുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഷ്ടമഭാവം നഷ്ടഭാവം. വ്യാഴം അഷ്ടമത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ദുരിതങ്ങൾ നേരത്തെ പറഞ്ഞു, ഈശ്വരാധീനം പ്രധാനമായിട്ട് നമുക്ക് കുറയും. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിലോ പുതുതായിട്ട് ആരംഭിക്കാൻ പോകുന്നുണ്ടെങ്കിലോ നമുക്കത് പ്രതികൂല ഭാവത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്, ആലോചിച്ച് വേണം ഏത് കാര്യത്തിലും പണം മുടക്കാനായിട്ട്. ഈ സമയത്ത് നിൽക്കുന്ന വിശാഖത്തിൽ കാല്, അനിഴവും തൃക്കേട്ട നക്ഷത്രക്കാർ വിദേശത്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങാം, നമുക്കൊരു സിനിമ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ എടുത്തു ചാടി കൊണ്ട് ഇപ്പം മുന്നോട്ട് പോകരുത്. നിങ്ങൾ നിങ്ങളുടെ ദൈവാധീനം അനുകൂലമായിട്ടാണോ എന്നുള്ളത് നോക്കിച്ചിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചിന്തിച്ചിട്ടോ എന്തെങ്കിലും വഴിപാടുകളൊക്കെ സമർപ്പിച്ചിട്ടോ മാത്രമേ ഇപ്പോൾ പോകാവുള്ളൂ. മനഃശാന്തി കുറയുന്ന സമയമാണ്, ദുരിതങ്ങൾ വരുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കണം. വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന ദോഷങ്ങൾ ഇത്രയും വ്യാഴം അനുകൂലിച്ച് നിന്നാൽ ഇവിടെ പറയുന്ന ഗുണങ്ങളും ഇവിടെ പറയുന്ന ദോഷങ്ങളും ഉണ്ടാകും. എന്തൊക്കെ ഉണ്ടാകും ദോഷങ്ങൾ? ശുഭാപ്തി വിശ്വാസം ഉണ്ടാകത്തില്ല, അമിതമായ എടുത്തുചാട്ടം ഉണ്ടാകും, സാമ്പത്തികം നഷ്ടം വരും, കടം വാങ്ങേണ്ട സ്ഥിതി വരും, ബിസിനസ് ചെയ്താൽ പരാജയം വരും, ഭാഗ്യമില്ലാത്ത അവസ്ഥയുണ്ടാകും. അഷ്ടമത്തിലേക്ക് വ്യാഴത്തിന്റെ രാശി മാറുന്നതുകൊണ്ട്. അടുത്തതായിട്ട് പറയുന്നത്, അപ്പം ദോഷപരിഹാരമായിട്ട് നേരത്തെ പറഞ്ഞു കണക്ക് വ്യാഴത്തിന്റെ മാത്രമായതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രീകൃഷ്ണ ക്ഷേത്രത്തില് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വിഷ്ണു പൂജ ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക, തുളസിമാല ചാർത്തുക എന്നുള്ള വഴിപാടാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരം. സൂര്യനും വ്യാഴത്തിനും ഭദ്രകാളിക്കും ഗണപതിക്കും നാഗങ്ങൾക്കും വഴിപാട് ചെയ്യുന്ന ആർക്കും ജീവിതത്തിൽ ഒരു പരാജയവും ബാധിക്കത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രതികൂല സമയമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഗണപതി ഹോമം ചെയ്യണം. സൂര്യന്റെ കാരഗ്രഹം ആരാണ്? ശിവനാണ്. അപ്പൊ ശിവക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ തന്നെ നാഗദൈവങ്ങൾക്ക് വഴിപാട് നടത്തുക, ശനീശ്വരന് പൂജകൾ ചെയ്യുക എന്നുള്ളതാണ്. വ്യാഴം പ്രതികൂല ഭാവത്തിൽ വരികയും വിഷ്ണു ക്ഷേത്രത്തിനുള്ള വഴിപാട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ദുരിതങ്ങൾ മാറിക്കിട്ടും. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ധനുക്കൂറിന്റെ ഫലമാണ്. നേരത്തെ പറഞ്ഞ കണക്ക് 7-ാം ഭാവം ലഗ്നാധിപൻ മൂലം പൂരാടം ഉത്രാടത്തിൽ കാലുകാർക്ക് വ്യാഴം 7-ാം ഭാവത്തിലേക്ക് മാറുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് പറയുന്നത്. ഒരുപാട് ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4-ാം ഭാവാധിപനാണ് കൂടി 7-ാം ഭാവത്തിലോട്ട് മാറുന്നത്. അപ്പോൾ 7-ാം ഭാവം കൊണ്ട് കളത്രം, ഭാഗ്യം, അതുപോലെ തന്നെ ഗൃഹം, വാഹനം, യോഗം, ഭാര്യ കുടുംബപരമായിട്ടുള്ള സഹായങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീ പുരുഷന്മാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം, സ്നേഹിച്ച് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം, ബിസിനസ് ചെയ്താൽ വിജയിക്കുന്ന സമയം, അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങി വെക്കാനും അതുപോലെ തന്നെ പണയത്തിലിരിക്കുന്നതൊക്കെ തിരിച്ചെടുക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടുള്ള സമയം, കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർന്ന് വരുന്ന ഒരു വർഷം, അതുപോലെ തന്നെ പണമിടപാടുകളൊക്കെ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീരുന്ന ഒരു സമയം, അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പോകാൻ പറ്റാത്തവർക്ക് അതിനൊക്കെ ഒരു അവസരം ഉണ്ടാകുക, അതുപോലെ തന്നെ നമ്മുടെ ഭാഗ്യം തെളിയുക, ബുദ്ധി വർദ്ധിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അനുകൂലമായിട്ടുള്ള ഒരു ഭാവമാണ് മൂലം പൂരാട ഉത്രാടത്തിൽ കാലുകാർക്ക് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ഫലം എന്ന് പറയുന്നത് നീചഭാവം. വ്യാഴത്തിന്റെ നീചഭാവത്തിൽ തന്നെ ഉള്ളവർക്ക്
മകരക്കൂറുകാർക്ക് ഉത്രാടത്തിന് മുക്കാലും തിരുവോണം അവിട്ടത്തര നക്ഷത്രക്കാർക്ക് വ്യാഴം നേരെ 6-ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. 6-ാം ഭാവത്തിലേക്ക് മാറുമ്പോഴത്തേക്കിന് നമുക്ക് നേരത്തെ പറയുന്ന പോലെ തന്നെ വൃശ്ചികക്കൂറുകാർക്കുണ്ടാകുന്ന അതേ ഫലം തന്നെയാണ് ഈ വരുന്ന മകരക്കൂറുകാർക്കും വരാൻ പോകുന്നത്. അപ്പം നമുക്ക് പല വിധത്തിലുള്ള ദുരിതങ്ങൾ ബാധിക്കുക, എടുത്തിയാട്ടം ഉണ്ടാവുക, ധനനഷ്ടം ഉണ്ടാവുക, ബിസിനസ്സിൽ പരാജയം ഉണ്ടാവുക, വിഷമതകൾ ഉണ്ടാവുക, ദുഃഖങ്ങൾ ഉണ്ടാവുക, മനസ്താപം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങൾ വരുന്നതുകൊണ്ട് നിങ്ങൾ മകരക്കൂറുകാരായതുകൊണ്ട് നിങ്ങളുടെ 5-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക, ശനീശ്വര പൂജ ചെയ്യുക, ഗണപതി ഹോമം ചെയ്യുക, ശിവന് രുദ്രസൂക്ത ധാരകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മകരക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ 6-ാം ഭാവത്തിലേക്കുള്ള സ്ഥിതി മാറും. അതുപോലെ തന്നെ കുടുംബക്ഷേത്ര ദർശനം നടത്തുക. 3-ാം ഭാവാധിപനും കൂടിയാണ് വ്യാഴം. ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ, വിഷ്ണു ക്ഷേത്ര ദർശനങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെയ്താൽ, അതുപോലെ തന്നെ ഓം ദേവാനാംച ഋഷീണാംച ഗുരുങ്കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തമ്മമാമി ബൃഹസ്പതി എന്ന് പറയുന്ന സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. അടുത്തതായിട്ട് പ്ലസ് പോയിന്റ് വരുന്നത് കുംഭക്കൂറുകാർക്ക്. കുംഭത്തിനും മീനത്തിനും നല്ല ഫലമാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ജ്ഞാനം വർദ്ധിക്കുക, ഐശ്വര്യം ഉണ്ടാവുക, സന്താന ഗുണം ഉണ്ടാവുക, ധനയോഗം ഉണ്ടാവുക, ഭാഗ്യം തെളിയുക, ബുദ്ധി ഉണ്ടാവുക എന്ന് പറയുന്ന 2 ഫലവുമാണ് ഈ 2 കൂറുകാർക്കും പറയുന്നത്. ഇവർക്ക് കണ്ടകശനി, 7 കണ്ടകാല ശനിയൊക്കെയുള്ള നക്ഷത്രക്കാരാണെങ്കിൽ പോലും വ്യാഴത്തിന്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഉള്ളതുകൊണ്ട് അനുകൂല ഭാവത്തിൽ വരുന്ന കൂറുകാരായിട്ടുള്ളവർക്ക് പലവിധത്തിലുള്ള ഐശ്വര്യം ഉണ്ടാവുക, ധനയോഗം ഉണ്ടാവുക, ഭാഗ്യം വർദ്ധിക്കുക, അതുപോലെ തന്നെ കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീരുക, കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുക, ചേട്ടനനിയന്മാർ തമ്മിൽ സ്നേഹത്തിലാകുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും കുടുംബസൗഖ്യം ഉണ്ടാവുകയും സ്വത്തുക്കൾ ഭാഗം വെച്ച് കിട്ടാനും അതുപോലെ തന്നെ ധനയോഗമൊക്കെ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഭാഗ്യം ബുദ്ധിയൊക്കെ തെളിയുന്ന ഒരു സമയമായിട്ടാണ് പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശനിയുടെ ദോഷമുള്ളതുകൊണ്ടുള്ള പരിഹാരങ്ങൾ മറ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് ചുരുക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ, അത് വിളിക്കുകയല്ല, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ പറഞ്ഞുതരാം. വിളിക്കാം, തിരക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി പറഞ്ഞുതരാം. നന്ദി, നമസ്കാരം.